അതിരപ്പള്ളിയിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊലപ്പെടുത്തി. ആനപ്പന്തം സ്വദേശി സത്യനാണ് മരിച്ചത്. ആക്രമണത്തിൽ സത്യന്റെ ഭാര്യ ലീലയ്ക്കും വെട്ടേറ്റിട്ടുണ്ട്. സത്യന്റെ ജ്യേഷ്ഠൻ ചന്ദ്രമണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഇപ്പോൾ സൂരജ് സജി ചേരുന്നു. അതിനു മുമ്പ് ഒരു പ്രതികരണത്തിലേക്ക്. ചന്ദ്രമണി വെള്ളം അടിച്ചിട്ട് വന്ന് അവർ നാട്ടിൽ പോയതാണ്. ഞങ്ങൾ അപ്പോൾ ഈ മഞ്ഞക്കൂവ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക, കാട്ടിൽ നിന്ന് കൊടുത്തിട്ട് വന്ന് മഞ്ഞക്കൂവ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. ചന്ദ്രമണി സത്യനും സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. സ്വന്തം അനുജനെ ചന്ദ്രമണി സ്വന്തം അനുജനത് ഒരു എത്തത്ത് പിറന്നതാണ്. അവൻ അതിന് വെള്ളം അടിച്ചിട്ട് വന്ന ആൾക്ക് പറ്റില്ല, സത്യന് പറ്റില്ല. ഇവൻ ആല തയ്റ്റ് ഒരു ലിറ്റർ സാധനം കൊടുന്നിട്ട് ആൾക്ക് ആർക്കും കൊടുക്കണില്ല. അവൻ ഒറ്റക്ക് അടിച്ച് എൻ്റെ കൈത്തൊക്കെ മുറിച്ചു, എൻ്റെ വർത്താനൊക്കെ വെട്ടി. അവൻ അവിടെ എന്തൊക്കെ ആവണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവ ഇവിടെ ഒക്കെ വെട്ടി ചെത്താൻ കുളിച്ച് കിടക്കണ്ട ചേട്ടാ. എനിക്കെന്താവാണെന്ന് അറിയില്ല എൻ്റെ ചേട്ടാ. ഇതിലെ വെട്ടി നീന്ന് കണ്ടപ്പോൾ നോക്കും എൻ്റെ ചേട്ടായി. എൻ്റെ വിവരങ്ങളുമായ സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് ചേർന്നു. സൂരജ്, എന്താണ് സംഭവിച്ചത്? ജീവനെടുത്തത് സഹോദരൻ തന്നെയാണ്. വിശദാംശങ്ങൾ. സുഹൈൽ, ഈ അതിരപ്പള്ളി കണ്ണൻകുഴിക്ക് 1 കിലോമീറ്റർ ഉൾവനത്തിൽ മാറി വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അവിടെ ഇന്ന് 7 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. അതായത് മദ്യപിച്ചുണ്ടായ തർക്കം, ആ തർക്കത്തെ തുടർന്നാണ് ജ്യേഷ്ഠൻ സഹോദരനെ കൊലപ്പെടുത്തുന്നത്. സത്യൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഈ ജ്യേഷ്ഠനും സഹോദരനും തമ്മിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ഈ ജ്യേഷ്ഠൻ സഹോദരനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ അരിവാൾ കൊണ്ട് വയറിലടക്കം വലിയ രീതിയിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇത് തടയാൻ ശ്രമിച്ച 2 പേരുടെയും ഭാര്യമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ സത്യന്റെ ഭാര്യ ലീല, അതോടൊപ്പം തന്നെ ഈ ചന്ദ്രമണിയുടെ ഭാര്യ എന്നിവരെ നിലവിൽ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കി അല്പസമയം മുമ്പ് ഈ മൃതദേഹം ഈ വനത്തിൽ നിന്ന് നിലവിൽ അതിരപ്പള്ളിയിൽ എത്തിച്ചത്. മൃതദേഹം ഇപ്പോൾ ചാലക്കുടിയിലേക്ക് മാറ്റാനുള്ള നടപടിയും പോലീസ് സ്വീകരിച്ചു വരികയാണ്. സംഭവത്തിന് ശേഷം പ്രതിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സുഹേൽ, സഹോദരൻ തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു വരും കൊല. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.